എൻ്റെ പേര് നൗഷാദ് എന്നാണ്. സ്ഥലം കൊടകരയാണ്, തൃശ്ശൂരപ്പുറം കൊടകരയാണ്. നല്ലൊരു വിജയം നേടിയിരിക്കുകയാണ്. ഈഗിൾസിൽ എത്തിയത് രക്ഷപ്പെട്ടു എന്നാണോ? തീർച്ചയായിട്ടും ഈഗിൾസ് എന്ന് പറയുന്നത് എല്ലാ മാതാപിതാക്കൾക്കും ഒരു ധൈര്യമാണ് ഈഗിൾസിൽ വന്ന് പഠിക്കുക എന്നുള്ളത്. കാരണം ഇവിടുത്തെ ഗൈഡൻസ്, കോച്ചിങ് അതൊക്കെ ഏറ്റവും നല്ല രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഇവളിവിടെ ജയിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടുത്തെ ഹോസ്റ്റലായാലും മറ്റെല്ലാം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഏതൊരു അച്ഛനമ്മയ്ക്കും ധൈര്യമായിട്ട് കുട്ടി അവിടെയാണ് എന്നുള്ള ധൈര്യത്തിൽ നമുക്ക് അവിടെ ഇരിക്കാം. അങ്ങനെ ശ്രമിക്കും. മറ്റു പലങ്ങളും ചിലപ്പോൾ അത് ഉണ്ടായെന്ന് വരില്ല. അതാണ് പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം. ടീച്ചിങ്ങും ഉപദേശങ്ങളും എല്ലാം നന്നായിട്ട് കുട്ടികളൊക്കെ ആ രീതിയിൽ തന്നെയാണ് പറയാറ്. തീർച്ചയായിട്ടും അതെ. ഒന്നും മോശം എല്ലാം നല്ല രീതിയിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ലത്തീഫ് സാറിൻ്റെ കോച്ചിങ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പോകുന്നു. ഹാപ്പിയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് ഇനി CA പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോട് എന്താണ് പറയാറ്? നമ്മളിപ്പോൾ ഇവിടെ കുറേ ഒരു മെറിറ്റ്സ് ഉണ്ടാവും, ഡിമെറിറ്റ്സ് ഉണ്ടാവും. അപ്പം നമുക്കിപ്പോൾ പാസ്സാവണമെന്ന് വിചാരിച്ച് നമ്മൾ പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുക. ഇപ്പോൾ ഹാപ്പിയാണ് പാസ്സായാൽ. പിന്നെ ഇവിടെ ഫോൺ അങ്ങനെ നമുക്ക് തരില്ലല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് നേരം ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ പിന്നെ ഫോണിലേക്ക് പോകും. അങ്ങനെയാണ്. ഇപ്പം ഇവിടെ ഫോണൊന്നും പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ട് ഫുൾ ടൈം വേറെ ഒന്നുമില്ല. ഇത്തിരി നേരം ഫ്രണ്ട്സായിട്ട് ബ്രേക്ക് ടൈമിൽ വർത്താനം പറയാം. പിന്നെ ബാക്കി ടൈമൊക്കെ നമ്മളിരുന്ന് പഠിക്കുക ചെയ്യാം. പിന്നെ ബാക്കിയുള്ളവരിരുന്ന് പഠിക്കണ കാണുമ്പോൾ നമുക്ക് ടെൻഷനാവും, നമ്മുടെ എത്ര എത്തി. അപ്പോൾ നമ്മളിരുന്ന് ആ ഒരു ടൈം ടേബിളിൽ ഇരുന്ന് പഠിക്കുക ചെയ്യാം. ചാലക്കുടിയിൽ നിന്നും മോളെ വളാഞ്ചേരിയിൽ ഈഗിൾസിലേക്ക് വരുമ്പോൾ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ഈഗിൾസിനെ കുറിച്ച് ഞങ്ങൾ നേരത്തെ ഫൗണ്ടേഷൻ ഇവിടെ തന്നെ ആയിരുന്നു. നല്ല അഭിപ്രായമാണ്. പിന്നെ ഈഗിൾസ് ഒരു ധൈര്യം തന്നെയാണ്. ഇങ്ങനെയാണ് ഫോണൊന്നും ഇല്ലാത്തൊരു ജീവിതമായിരുന്നു. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നു രക്ഷിതാക്കൾ. പഴയ ആളുകളാണ് നമ്മളൊക്കെ. കുഴപ്പമില്ല. അവള് സമയം കിട്ടുമ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ധൈര്യം ഉണ്ടായിരുന്നു. സാറ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഫോണ് ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന പുറത്താണ്. അപ്പോൾ എന്നെയൊക്കെ വിളിക്കുന്നതിന് ഒരു സമയം വെച്ചിരുന്നു. ഇവളൊരു സമയം വെച്ചിരുന്നു, ഇന്ന സമയത്ത് ഞാൻ വിളിക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാനവിടെ പ്രിപ്പയർ നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മാറിക്കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഇപ്പോൾ. പിന്നെ അതെന്തായാലും ഇപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ ഹാപ്പിയാണ്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളെല്ലാം കൊണ്ടും നല്ലൊരു സന്തോഷത്തിലാണ്. ഇപ്പോൾ രക്ഷിതാക്കളുടെ ഒരു സന്തോഷം തന്നെയായിരുന്നു നിങ്ങൾ മനസ്സിൽ കണ്ടത് അല്ലേ? പിന്നെ ഇവര് ഹാപ്പി ആകുമ്പോൾ നമ്മൾ പിന്നെ ആക്ച്വലി ഹാപ്പി ആവുമല്ലോ. എന്താണ് ഭാവി പരിപാടികൾ? ഇനി സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കണം, അതിന് ക്ലാസ് വെക്കണം. ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോടൊക്കെ എന്താണ് രക്ഷിതാവ് എന്നൊക്കെ പറയാൻ? തീർച്ചയായിട്ടും ഇവിടെ വരുന്നത് എല്ലാ രക്ഷിതാക്കൾക്കും ഉള്ളിൽ ഏറ്റവും നല്ല ഒരു ഇതിൽ വിടാൻ കൂടെ. കാരണം ധൈര്യമുണ്ട്. മറ്റ് പല സ്ഥലങ്ങളിൽ പോകുന്നതിനേക്കാളും, ഇപ്പോൾ ടൗണുകളിലോ മറ്റുള്ള പോകുന്നതിനേക്കാളും ധൈര്യമായിട്ട് ഈഗിൾസിലേക്ക് വിടാൻ. കാരണം ഇവിടെ ആ കുട്ടികൾ വേറെ എവിടേക്കും ഒരു വഴി തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ള നല്ല ഉറപ്പുണ്ട്. ഞാനിപ്പോൾ MBA കഴിഞ്ഞു, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സുസ്മി. സന്തോഷകരമായ സന്തോഷം. ഹാപ്പി ആയിരുന്നു. നമുക്കിപ്പോൾ എന്തെങ്കിലും ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ തന്നെ ലത്തീഫ് സാറിൻ്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ ജംഷി മാമിൻ്റെ അടുത്ത് പോകും. പിന്നെ സൈറൂൾ സാർ ഉണ്ട് ഇവിടെ. അപ്പോൾ സൈറൂൾ സാറൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഫ്രണ്ട്സിനോട് വർത്താനം പറയണ പോലെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ലത്തീഫ് സാറിൻ്റെ അടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ പിന്നെ പഠിക്കാതിരിക്കുക. ഒരു സംഭവം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം പഠിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ മേധാവിയായി അങ്ങനെയുള്ള ആളും നമുക്ക് കാണുമ്പോൾ ഒരു ഫ്രണ്ട്ലിയാണ്. ഇപ്പം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സാറിൻ്റെ അടുത്ത് പോയാൽ സാർ നമ്മൾ കൂളാക്കിയിട്ട് വിടുക. പിന്നെ നമ്മളിപ്പോൾ പഠിക്കാൻ പറ്റാണ്ട് ഇരുന്നിട്ട് സാറിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ച് ആ ഒരു പഠിത്തത്തിൻ്റെ മൂഡിലേക്ക് വന്നിട്ടാണ് ഇരിക്കുക. അങ്ങനെ നല്ലൊരു ഏരിയയിലേക്ക് തന്നെയാണ് എത്തിയത്, അല്ലെങ്കിൽ ഈഗിൾസിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും